ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് താളില കറിയാണ്. താളിൻ്റെ ഇല മുറിച്ചെടുക്കണം. ഇതിൻ്റെ തളിരില മാത്രമാണ് മുറിച്ചെടുക്കേണ്ടത്. മൂത്ത ഇല കറി വെക്കാൻ കൊള്ളൂല. ചേമ്പിൻ്റെ ഇലയുടെ ചേമ്പ് എന്നും പറയും താളിൻ്റെ ഇലക്ക്. അതിൻ്റെ തിരിയില മുറിച്ചെടുത്ത് തിരിയില മാത്രം മുറിച്ചെടുക്കുക. ഈ ചേമ്പലയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ താളിലയൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. ഇതിനെ വൃത്തിയാക്കി കഴുകി ഇനി ഇത് മുറിച്ചെടുക്കണം. ചെറിയതായിട്ട് മുറിച്ചെടുക്കാം. ചെറുതായി മുറിച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ ഭാഗം മുറിച്ച് കളഞ്ഞ് ബാക്കി ചെറുതായി മുറിച്ചെടുക്കണം. എല്ലാവരെയും പറമ്പിൽ ഈ താളിൻ്റെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. ആരും ഇത് മുറിക്കുന്ന സമയത്ത് കൈ ചൊറിയുന്നുള്ളത് കൊണ്ടും കറി വെച്ചാൽ ചൊറിയുന്നുള്ളത് കൊണ്ടും ആരും കറി വെക്കാറില്ല, കുറവാണ്. എന്നാൽ ഇതുപോലെ മുറിച്ചെടുക്കുന്ന സമയത്തൊന്നും കൈയൊന്നും ചൊറിയില്ല. കറി വെക്കുമ്പോൾ ഇതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിയൊന്നുമില്ല. കറി നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇലയെല്ലാം മുറിച്ച് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും. വെള്ളം ഒഴിക്കണ്ട, കഴുകി ഇട്ടതുകൊണ്ട് ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞെടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ പുളി പിഴിഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇല വെന്ത് വന്നിട്ടില്ല, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം പുളി ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം പുളി ഒഴിച്ച് കൊടുക്കണ്ട. ഇതൊന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക. പുളി നല്ല കട്ടിയിൽ ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. കട്ടിയിലുള്ള പുളി തന്നെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കണം. ഇത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്തേക്ക് 4-5 കാന്താരിയും 5-6 വെളുത്തുള്ളിയും ചതച്ച് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും കാന്താരിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നല്ലവണ്ണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. കൂടുതൽ വെളിച്ചെണ്ണ നനച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ താള് കറി റെഡിയായി. ചോറും നല്ല കട്ട തൈരും അമ്പയർ ഉലർത്തിയതും താള് കറിയും നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.